ഓരോ ചോദ്യത്തിൻ്റെയും വിശദീകരണം താഴെ കൊടുത്തിരിക്കുന്നു. ഒന്നാം ചോദ്യം: ബംഗാളിലെ നീലം കർഷകരുടെ യാതനയെപ്പറ്റി പ്രതിപാദിക്കുന്ന നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചത് ആര്? ബംഗാളിലെ നീലം കർഷകരുടെ യാതനയെപ്പറ്റി പ്രതിപാദിക്കുന്ന നീൽ ദർപ്പൺ. ഓപ്ഷൻ എ ദീന ബന്ധുമിത്ര, ഓപ്ഷൻ ബി രവീന്ദ്രനാഥ ടാഗോർ, ഓപ്ഷൻ സി പ്രേംചന്ദ്, ഓപ്ഷൻ ഡി സുബ്രഹ്മണ്യ ഭാരതി. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. ദീനബന്ധു മിത്രയാണ് ബംഗാളിലെ നീലം കർഷകരുടെ യാതനയെപ്പറ്റി പ്രതിപാദിക്കുന്ന നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചത്. ദീനബന്ധു മിത്ര. രണ്ടാം ചോദ്യം: റൗലറ്റ് നിയമ വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി നടന്ന സുപ്രധാന സംഭവം ഏത്? ഓപ്ഷൻ എ ചമ്പാരൻ സത്യാഗ്രഹം, ഓപ്ഷൻ ബി ചൗരി ചൗര സംഭവം, ഓപ്ഷൻ സി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, ഓപ്ഷൻ ഡി ഉപ്പു സത്യാഗ്രഹം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. റൗലറ്റ് നിയമ വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി നടന്ന സുപ്രധാന സംഭവമായിരുന്നു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഇത് നടന്നത് 1919 മൂന്നാം ചോദ്യം: കേരളത്തിൽ സേവന വാരാവകാശ നിയമം നിലവിൽ വന്ന വർഷം. കേരളത്തിൽ സേവനാവകാശ നിയമം നിലവിൽ വന്ന വർഷം. ഓപ്ഷൻ എ 2013 നവംബർ 1, ഓപ്ഷൻ ബി 2012 നവംബർ 1, ഓപ്ഷൻ സി 2014 നവംബർ 1, ഓപ്ഷൻ ഡി 2015 നവംബർ 1. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 2012 നവംബർ 1 കേരളത്തിൽ സേവനാവകാശ നിയമം നിലവിൽ വന്നത്. നാലാം ചോദ്യം: 1909 സെപ്റ്റംബർ 27 ലയർപൂർ ജില്ലയിൽ ബംഗ്ര, ഇപ്പോൾ പാകിസ്ഥാനിൽ എന്ന സ്ഥലത്ത് ജനിച്ച ഇന്ത്യൻ ദേശീയ വിപ്ലവകാരി ആര്? ഓപ്ഷൻ എ ചന്ദ്രശേഖർ ആസാദ്, ഓപ്ഷൻ ബി ശിവറാം രാജ്ഗുരു, ഓപ്ഷൻ സി സുഖ്ദേവ് താപ്പർ, ഓപ്ഷൻ ഡി ഭഗത് സിംഗ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഭഗത് സിംഗ്. ഭഗത് സിംഗ് ആണ് 1907 സെപ്റ്റംബർ 27 ലയർപൂർ ജില്ലയിൽ ഇപ്പോഴത്തെ പാകിസ്ഥാനിൽ ജനിച്ചത്. അഞ്ചാം ചോദ്യം: സൂര്യന്റെ അയനവുമായി ബന്ധപ്പെട്ട് ജൂൺ 21 പ്രത്യേകത. ഓപ്ഷൻ എ സൂര്യരശ്മി ഉത്തരയാന രേഖയിൽ ലംബമായി പതിക്കുന്ന ദിവസം, ഓപ്ഷൻ ബി സൂര്യരശ്മി ഭൂമധ്യ രേഖയിൽ ലംബമായി പതിക്കുന്ന ദിവസം, ഓപ്ഷൻ സി സൂര്യരശ്മി ദക്ഷിണയാന രേഖയിൽ ലംബമായി പതിക്കുന്ന ദിവസം, ഓപ്ഷൻ ഡി ദക്ഷിണാർദ്ധഗോളത്തിൽ പകലിന്റെ ദൈർഘ്യം കൂടുതലുള്ള ദിവസം. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. സൂര്യരശ്മി ഉത്തരയാന മേഖലയിൽ ലംബമായി പതിക്കുന്ന ദിവസം. ആറാം ചോദ്യം: ഇന്ത്യക്കാരനായ രാകേഷ് ശർമ്മ ആദ്യമായി ശൂന്യാകാശ യാത്ര നടത്തിയ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ എ രാജീവ് ഗാന്ധി, ഓപ്ഷൻ ബി മൊറാർജി ദേശായി, ഓപ്ഷൻ സി ഇന്ദിരാഗാന്ധി, ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റു. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഇന്ദിരാഗാന്ധിയായിരുന്നു ഇന്ത്യക്കാരനായ രാകേഷ് ശർമ്മ ആദ്യമായി ശൂന്യാകാശ യാത്ര നടത്തിയ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി. ഏഴാം ചോദ്യം: ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത് ഏത് വിഖ്യാത ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ ജന്മദിനമാണ്? ഓപ്ഷൻ എ SN ഭട്ട്നാഗർ, ഓപ്ഷൻ ബി CV രാമൻ, ഓപ്ഷൻ സി ഡോക്ടർ രാജ രാമണ്ണ, ഓപ്ഷൻ ഡി സതീഷ് ധവാൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. CV രാമൻ. എട്ടാം ചോദ്യം: വിവരാവകാശ നിയമപ്രകാരം 2005 വിവരം ലഭിക്കുന്നതിന് അപേക്ഷകൻ അപേക്ഷാ ഫീസായി നൽകേണ്ട തുക എത്ര? ഓപ്ഷൻ എ 2 രൂപ, ഓപ്ഷൻ ബി 5 രൂപ, ഓപ്ഷൻ സി 25 രൂപ, ഓപ്ഷൻ ഡി 10 രൂപ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 10 രൂപയാണ് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷകൻ അപേക്ഷാ ഫീസായി അടയ്ക്കേണ്ട തുക. ഒമ്പതാം ചോദ്യം: താഴെ പറയുന്ന ഏത് പ്രസ്താവനയാണ് ആലപ്പുഴ ജില്ലയുമായി കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ എ കേരളത്തിലെ പ്രധാന ബീഡി ഉൽപാദന കേന്ദ്രം, ഓപ്ഷൻ ബി കേരളത്തിലെ പ്രധാന കശുവണ്ടി ഉൽപാദന കേന്ദ്രം, ഓപ്ഷൻ സി കേരളത്തിലെ പ്രധാന കയർ ഉൽപാദന കേന്ദ്രം, ഓപ്ഷൻ ഡി കേരളത്തിലെ പ്രധാന ഓട് ഉൽപാദന കേന്ദ്രം. ആലപ്പുഴ ജില്ലയുമായി കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. കേരളത്തിലെ പ്രധാന കയർ ഉൽപാദന കേന്ദ്രം.
10-ാം ചോദ്യം. താഴെ പറയുന്നവയിൽ നഗര ദാരിദ്ര്യ ലഘൂകരണ പദ്ധതി ഏത്? നഗര ദാരിദ്ര്യ ലഘൂകരണ പദ്ധതി. ഓപ്ഷൻ എ സ്വർണ ജയന്തി ഷഹാരി റോസ്ഗർ യോജന SJSRY. ഓപ്ഷൻ ബി സമ്പൂർണ്ണ ഗ്രാമീണ റോസ്ഗാർ യോജന SGRY. ഓപ്ഷൻ സി ഇന്ദിര ആവാസ് യോജന IAY. ഓപ്ഷൻ ഡി പ്രധാനമന്ത്രി ഗ്രാമ സഡക് യോജന PMGSY. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, സ്വർണ ജയന്തി ഷഹാരി റോസ്നഗർ യോജന. 11-ാം ചോദ്യം. ചിൽഡ്രൻസ് ഹോമുകൾ, ബാലമന്ദിരങ്ങൾ തുടങ്ങിയവയിൽ നിന്നും വിടുതൽ ലഭിക്കുന്ന കുട്ടികളുടെ പുനരധിവാസവും പരിചരണവും സംരക്ഷണവും ഉറപ്പുവരുത്തുവാൻ നിലവിൽ വന്ന സ്ഥാപനം താഴെ പറയുന്നവയിൽ ഏത്? ഓപ്ഷൻ എ മഹിളാ മന്ദിരം. ഓപ്ഷൻ ബി ആഫ്റ്റർ കെയർ ഹോം. ഓപ്ഷൻ സി റെസ്ക്യൂ ഹോം. ഓപ്ഷൻ ഡി ആശാ ഭവൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ആഫ്റ്റർ കെയർ ഹോം. 12-ാം ചോദ്യം. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം ഏത്? ഡക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം. ഓപ്ഷൻ എ ആലപ്പുഴ. ഓപ്ഷൻ ബി കാസർഗോഡ്. ഓപ്ഷൻ സി ഇടുക്കി. ഓപ്ഷൻ ഡി വയനാട്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, വയനാട്. 13-ാം ചോദ്യം. തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാള സർവകലാശാല ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാള സർവകലാശാല. ഓപ്ഷൻ എ കണ്ണൂർ. ഓപ്ഷൻ ബി കോഴിക്കോട്. ഓപ്ഷൻ സി മലപ്പുറം. ഓപ്ഷൻ ഡി പാലക്കാട്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, മലപ്പുറം. 14-ാം ചോദ്യം. നിലവിലെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ആര്? നിലവിലെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി. ഓപ്ഷൻ എ യോഗി ആദിത്യനാഥ്. ഓപ്ഷൻ ബി കേശവ് പ്രസാദ് മൗര്യ. ഓപ്ഷൻ സി മനോഹർ പരീക്കർ. ഓപ്ഷൻ സി ഇവരാരുമല്ല. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, യോഗി ആദിത്യനാഥ്. 15-ാം ചോദ്യം. 2016-ൽ വയലാർ അവാർഡ് നേടിയ UK കുമാരന്റെ തച്ചൻകുന്ന് സ്വരൂപം എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു? UK കുമാരന്റെ തച്ചൻകുന്ന് സ്വരൂപം എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻ എ കവിത. ഓപ്ഷൻ ബി ചെറുകഥ. ഓപ്ഷൻ സി ലേഖന സമാഹാരം. ഓപ്ഷൻ ബി നോവൽ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, നോവൽ. 16-ാം ചോദ്യം. ഐക്യരാഷ്ട്ര സംഘടനയുടെ നിലവിലെ സെക്രട്ടറി ജനറൽ ആര്? ഐക്യരാഷ്ട്ര സംഘടനയുടെ നിലവിലെ സെക്രട്ടറി ജനറൽ. ഓപ്ഷൻ എ ബാൻ കി മൂൺ. ഓപ്ഷൻ ബി അന്റോണിയോ ഗുട്ടറസ്. ഓപ്ഷൻ സി കോഫി അന്നൻ. ഓപ്ഷൻ ഡി യൂതാന്ത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, അന്റോണിയോ ഗുട്ടറസ്. 17-ാം ചോദ്യം. ദേശീയ പട്ടികവർഗ കമ്മീഷനിൽ ചെയർമാനും വൈസ് ചെയർമാനും ഉൾപ്പെടെ ആകെ മെമ്പർമാരുടെ എണ്ണം എത്ര? ഓപ്ഷൻ എ 4. ഓപ്ഷൻ ബി 2. ഓപ്ഷൻ സി 5. ഓപ്ഷൻ ഡി 6. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, 5. 18-ാം ചോദ്യം. താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പറാവാത്തത് ആര്? ഓപ്ഷൻ എ കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രി. ഓപ്ഷൻ ബി ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ. ഓപ്ഷൻ സി ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ. ഓപ്ഷൻ ഡി പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രി. 19-ാം ചോദ്യം. ഇന്ത്യയിൽ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ IT ആക്ട് നിലവിൽ വന്ന വർഷം ഏത്? സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട IT ആക്ട്. ഓപ്ഷൻ എ 2005. ഓപ്ഷൻ ബി 2008. ഓപ്ഷൻ സി 2010. ഓപ്ഷൻ ഡി 2000. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 2000-ലാണ് ഇന്ത്യയിൽ ആദ്യ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട IT ആക്ട് നിലവിൽ വന്നത്. 20-ാം ചോദ്യം. ഭാരതീയ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെ? ഭാരതീയ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം. ഓപ്ഷൻ എ ന്യൂഡൽഹി.
ഓപ്ഷൻ ബി മുംബൈ, ഓപ്ഷൻ സി ഭോപ്പാൽ, ഓപ്ഷൻ ഡി കൊൽക്കത്ത. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി മുംബൈയിലാണ്. ഭാരതീയ സർവീസ് ബാങ്കിന്റെ ആസ്ഥാനം. ഭാരതീയ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം മുംബൈയിലാണ്. 21-ാം ചോദ്യം. ബാങ്കിംഗ് രംഗത്ത് പുതുതായി കടന്നുവന്ന മുദ്രാ ബാങ്കിന്റെ ലക്ഷ്യം. ഓപ്ഷൻ എ വനിതാ ശാക്തീകരണം, ഓപ്ഷൻ ബി ഭവന നിർമ്മാണം, ഓപ്ഷൻ സി ചെറുകിട വായ്പ നൽകൽ, ഓപ്ഷൻ ഡി കൂടുതൽ പലിശ നൽകൽ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, ചെറുകിട വായ്പ നൽകൽ. 22-ാം ചോദ്യം. മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം ഏത്? ഓപ്ഷൻ എ ഭാഗം 3, ഓപ്ഷൻ ബി ഭാഗം 2, ഓപ്ഷൻ സി ഭാഗം 4, ഓപ്ഷൻ ഡി ഭാഗം 7. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, ഭാഗം 3. 23-ാം ചോദ്യം. ന്യൂനപക്ഷ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലിക അവകാശ താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ സമത്വത്തിനുള്ള അവകാശം, ഓപ്ഷൻ ബി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഓപ്ഷൻ സി മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഓപ്ഷൻ ഡി സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. 24-ാം ചോദ്യം. ഡൽഹി സുൽത്താനത്ത് ഭരണത്തിൽ കമ്പോള പരിഷ്കരണം നടപ്പിലാക്കിയ ഭരണാധികാരി ഏത്? ഓപ്ഷൻ എ ജലാലുദ്ദീൻ ഖിൽജി, ഓപ്ഷൻ ബി അലാവുദ്ദീൻ ഖിൽജി, ഓപ്ഷൻ സി ബാൽബൻ, ഓപ്ഷൻ ഡി മുഹമ്മദ് ബിൻ തുഗ്ലക്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, അലാവുദ്ദീൻ ഖിൽജി. 25-ാം ചോദ്യം. മുഗൾ ചക്രവർത്തിയായ അക്ബറിന്റെ കാലത്ത് രാസ്നാമ എന്ന പേരിൽ മഹാഭാരത കഥ പൂർണ്ണമായി ചിത്രരൂപത്തിൽ തയ്യാറാക്കിയ ചിത്രകാരൻ ഏത്? ഓപ്ഷൻ എ ബിഷിൻദാസ്, ഓപ്ഷൻ ബി അബ്ദുൽ ഹസൻ, ഓപ്ഷൻ സി ദസ്വന്ത്, ഓപ്ഷൻ ഡി കല്യാൺ ദാസ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, ദസ്വന്ത്. 26-ാം ചോദ്യം. സംഗീത രത്നാകരം എന്ന കൃതി രചിച്ചതാര്? സംഗീത രത്നാകരം എന്ന കൃതി. ഓപ്ഷൻ എ ഷാർബങ് ദേവൻ, ഓപ്ഷൻ ബി താൻസൻ, ഓപ്ഷൻ സി അമീർ ഖുസ്രു, ഓപ്ഷൻ ഡി രാജ മാൻസിംഗ്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഷാർഗങ് ദേവൻ. 27-ാം ചോദ്യം. താഴെ പറയുന്നവയിൽ ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടാത്ത രാജ്യം ഏത്? ഓപ്ഷൻ എ പാകിസ്ഥാൻ, ഓപ്ഷൻ ബി ശ്രീലങ്ക, ഓപ്ഷൻ സി ബംഗ്ലാദേശ്, ഓപ്ഷൻ സി ചൈന. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ശ്രീലങ്ക. 28-ാം ചോദ്യം. കേരളത്തിൽ 99-ലെ വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന വെള്ളപ്പൊക്കം ഉണ്ടായ വർഷം ഏത്? ഓപ്ഷൻ എ 1969, ഓപ്ഷൻ ബി 1999, ഓപ്ഷൻ സി 1924, ഓപ്ഷൻ ഡി 1975. ശരിയായ ഉത്തരം ഓപ്ഷൻ സി 1924. 29-ാം ചോദ്യം. ഇടിമിന്നലിൽ നിന്ന് രക്ഷപ്പെടാൻ എടുക്കാവുന്ന മുൻകരുതൽ ഏറ്റവും പ്രധാനപ്പെട്ട താഴെ പറയുന്നവയിൽ ഏത്? ഓപ്ഷൻ എ തുറസായ പ്രദേശങ്ങളിലേക്ക് മാറുക, ഓപ്ഷൻ ബി കുത്തനെ ചെരിവുള്ള പ്രദേശങ്ങളിൽ നിന്ന് മാറി താമസിക്കുക, ഓപ്ഷൻ സി പുഴയോരത്ത് താമസിക്കുന്നവർ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് മാറുക, ഓപ്ഷൻ ഡി ഒറ്റപ്പെട്ട മരങ്ങളുടെ ചുവട്ടിൽ നിന്ന് മാറുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഒറ്റപ്പെട്ട മരങ്ങളുടെ ചുവട്ടിൽ നിന്ന് മാറുക. 30-ാം ചോദ്യം. നാഥുല ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഏവ? ഓപ്ഷൻ എ സിക്കിം ടിബറ്റ്, ഓപ്ഷൻ ബി ജമ്മു ശ്രീനഗർ, ഓപ്ഷൻ സി ശ്രീനഗർ കാർഗിൽ, ഓപ്ഷൻ ഡി ഉത്തരാഖണ്ഡ് ടിബറ്റ്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ സിക്കിം ടിബറ്റ്. 31. ലക്ഷദ്വീപിന്റെ തലസ്ഥാനം ഏത്? ലക്ഷദ്വീപിന്റെ തലസ്ഥാനം ഏത്? ഓപ്ഷൻ എ കവരത്തി, ഓപ്ഷൻ ബി അഗതി, ഓപ്ഷൻ സി മിനിക്കോയ്, ഓപ്ഷൻ ഡി ആന്ത്രോത്ത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, കവരത്തി. 32-ാം ചോദ്യം. താഴെ പറയുന്നവയിൽ പരമ്പരാഗതരെ ഊർജ സ്രോതസ്സുകൾ പെടാത്തത് ഏത്? വേലിയോർജം, ഓപ്ഷൻ ബി കാറ്റിൽ നിന്നുള്ള ഊർജം, ഓപ്ഷൻ സി സൗരോർജം, ഓപ്ഷൻ ഡി കൽക്കരി.
ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കൽക്കരി.